ജില്ലാ പഞ്ചായത്തിലേക്ക് കരുവാരകുണ്ട് ഡിവിഷനിൽ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി മുസ്തഫ അബ്ദുൽ ലത്തീഫിൻ്റെ സ്ഥാനാർത്ഥി പര്യടനം കിഴക്കേത്തലയിൽ AP അനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. 5 വർഷക്കാലത്തെ നഷ്ടപ്പെട്ട വികസനം തിരിച്ചു കൊണ്ടുവരാൻ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കണമെന്നും ത്രിതല പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന മുഴുവൻ സ്ഥാനാർത്ഥികളെയും വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്നും താൻ ഒപ്പമുണ്ടാകുമെന്നും MLA പറഞ്ഞു. മലപ്പുറം ജില്ലയിലെ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾക്ക് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ലഭിക്കുന്ന ഡിവിഷനിൽ ഒന്നാവും കരുവാരകുണ്ട് പഞ്ചായത്ത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. മുസ്തഫ അബ്ദുൽ ലത്തീഫിനെ പോലെ ഒരു സ്ഥാനാർത്ഥിയെ നമുക്ക് ലഭിച്ചു എന്നുള്ളത് UDFനും ഈ നാടിന് അഭിമാനിക്കാവുന്ന കാര്യമാണ്. മുസ്ലിം യൂത്ത് ലീഗിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് ജില്ലയിലുടനീളം ഒട്ടനവധി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി പുതുമയാർന്ന ഒട്ടനവധി യുവജന മുന്നേറ്റങ്ങൾക്ക് നേതൃത്വം നൽകിയ മുസ്തഫ അബ്ദുൽ ലത്തീഫിന് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ കോണി അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തണമെന്ന് ഞാൻ ആമുഖമായി തന്നെ അഭ്യർത്ഥിക്കുന്നു. മറ്റ് രാഷ്ട്രീയമായ കാര്യങ്ങളിലേക്ക് ഒന്നും കൂടുതൽ കടന്നു പോകുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പ്രാധാന്യം പ്രസക്തി ഒക്കെ നമുക്ക് ബോധ്യമുള്ളത്. ജസീറ നടത്തിയ പ്രവർത്തനങ്ങൾ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് നടത്തിയത്. ജസീറ ഇത്തവണ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുമ്പോൾ അവർക്ക് വിലപ്പെട്ട വോട്ടവകാശം അവരുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ കോണി അടയാളത്തിൽ രേഖപ്പെടുത്തണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. MLAയും UDF നേതാക്കളും സ്ഥാനാർത്ഥിയെ ഷാൾ അണിയിച്ചു. ബ്ലോക്ക് സ്ഥാനാർത്ഥി VP ജസീറയും AK അംസക്കുട്ടിയും വോട്ടഭ്യർത്ഥിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമുള്ള സ്ഥാനാർത്ഥി പര്യടനം വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിലൂടെ തരിശിൽ സമാപിച്ചു. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പ്രാധാന്യമൊക്കെ പ്രബുദ്ധരായ ജനത എന്നുള്ള നിലയ്ക്ക് നമ്മളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു സംഗതിയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന ഗ്രാമപഞ്ചായത്തിലേക്കും ബ്ലോക്ക് പഞ്ചായത്തിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്കും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ നിങ്ങളെല്ലാവരും നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നൽകി വലിയ ഭൂരിപക്ഷത്തിന് വിജയിപ്പിക്കണമെന്ന് സ്നേഹാദരവോടുകൂടി അഭ്യർത്ഥിക്കുകയാണ്. ഐക്യജനാധിപത്യ മുന്നണി വോട്ട് ചോദിക്കുന്നത് ഈ നാടിന്റെ വികസനത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ ഐക്യജനാധിപത്യ മുന്നണി ഈ നാട്ടിൽ നടപ്പിലാക്കിയിട്ടുള്ള ഒരുപാട് വികസന പ്രവർത്തനങ്ങളുണ്ട്. അതിന്റെ തുടർച്ചകൾ ഉണ്ടാവണം. ഇവിടെ കഴിഞ്ഞ 5 വർഷക്കാലം ഇടത് ജനാധിപത്യ മുന്നണിയാണ് ഗ്രാമപഞ്ചായത്ത് ഭരിച്ചത്. ആ സമയത്ത് ഇവിടെ നിന്നുപോയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുണ്ട് എന്ന് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നു. അത്തരം പ്രവർത്തനങ്ങൾക്ക് നമുക്ക് പുതിയ ജീവൻ പകരേണ്ടതുണ്ട്. എല്ലാ വിഭാഗം ആളുകളെയും എല്ലാ പ്രദേശങ്ങളെയും വളർന്നു വരുന്ന കുട്ടികളും യുവാക്കളും മുതിർന്ന ആളുകളും എല്ലാവരെയും കണ്ണിൽ കണ്ടുകൊണ്ടുള്ള വികസന പ്രവർത്തനമാണ് ഐക്യജനാധിപത്യ മുന്നണിയുടെ ആ ഒരു പ്രഖ്യാപിത ലക്ഷ്യം എന്നുള്ളത് തന്നെയാണ്. നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്ന് മാത്രം ഈ വൈകിയ വേളയിൽ സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും വിലപ്പെട്ട വോട്ടുകൾ ഇവിടെ ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന കിഴക്കേത്തല വാർഡിൽ നിന്ന് മത്സരിക്കുന്ന പ്രിയപ്പെട്ട ഹംസക്കുട്ടി അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ കൂണി അടയാളത്തിലും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന പ്രിയപ്പെട്ട VP ജസീറയ്ക്ക് അവരുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ കോണി അടയാളത്തിലും ജില്ലാ പഞ്ചായത്തിലേക്ക് വിനീതനായ എനിക്കും കോണി അടയാളത്തിൽ നിങ്ങൾ വിലയേറിയ വോട്ടുകൾ നൽകി വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ഈ വരുന്ന 11-ാം തീയതി നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഇവിടെ നിന്നും വീണ്ടും മത്സരിക്കാനുള്ള ഒരു ബ്ലോക്കിലേക്ക് മത്സരിക്കാനുള്ള ഒരു അവസരം എനിക്ക് നിങ്ങൾ തന്നിരിക്കുകയാണ്. അതിന് നല്ല രീതിയിൽ തന്നെ വിജയിച്ചു വന്നാൽ ഉപയോഗിക്കും എന്നുള്ളത് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമുക്ക് ഇവിടെ ജില്ലാ പഞ്ചായത്ത് സാരഥിയായിട്ടുള്ള നമ്മുടെ മുസ്തഫ അബ്ദുൽ ലത്തീഫ്, അതുപോലെ തന്നെ നമ്മുടെ വാർഡിൻ്റെ മെമ്പറായിട്ടുള്ള സ്ഥാനാർത്ഥിയായിട്ടുള്ള അംസക്കുട്ടിയൊക്കെ അടക്കമുള്ള UDFന്റെ എല്ലാ സാരഥികളെയും അവരവരുടെ ചിഹ്നത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ പ്രിയങ്കരനായ ജില്ലാ സാരഥി മുസ്തഫ അബ്ദുൽ ലത്തീഫിനും കരുവാരകുണ്ട് ഡിവിഷനിൽ നിന്ന് ബ്ലോക്കിലേക്ക് മത്സരിക്കുന്ന പ്രിയപ്പെട്ട ജസീറക്കും കിഴക്കേത്തല വാർഡിൽ നിന്ന് മത്സരിക്കുന്ന വിനീതനായ എനിക്കും ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ കോണി അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന്. തരിശിൽ നടന്ന തെരഞ്ഞെടുപ്പ് പര്യടന സമാപന സമ്മേളനത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജോജി K അലക്സ്, മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് അബു സിദ്ദിഖ് ആമക്കാട് എന്നിവർ പ്രസംഗിച്ചു. കാതർവാടയിൽ അധ്യക്ഷത വഹിച്ചു. 8 വർഷമായി നിങ്ങൾ CPM-നെ ഒന്ന് വീക്ഷിക്കണം. ഞാൻ പഠിച്ചിട്ടായി പറയുന്നത് 23 കൊല്ലം ഞാൻ CPM-ന്റെ പാർട്ടി മെമ്പറായിരുന്നു. അതിന്റെ ലോക്കൽ കമ്മിറ്റി മെമ്പറും അതിന്റെ ഏരിയ കമ്മിറ്റി മെമ്പറും അതിന്റെ ഏരിയ സെൻട്രൽ അംഗവും DYFIയുടെ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഒക്കെ ആയാണ്.
ഞാൻ അനുഭവിച്ചിട്ടാണ് പറയുന്നത്, ഞാൻ പഠിച്ചിട്ടാണ് പറയുന്നത്. നിങ്ങളൊരു 10 കൊല്ലം ആയി CPM ഒന്ന് വീക്ഷിക്കുക. അപ്പൊ നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യം എന്താ? നിങ്ങൾ കണ്ട പഴയ CPM ആണോ ഇന്നത്തെ CPM? അല്ലേ അല്ല. നിങ്ങൾ കണ്ട CPM ആണോ? അല്ല. CPM എന്തെല്ലാം പോരായ്മകളുണ്ടെങ്കിലും അതിനെ നമ്മളൊക്കെ ഒരു മതേതര പാർട്ടിയായിട്ടാണ് കാണാം. അതുകൊണ്ടാണല്ലോ ദേശീയ സഖ്യത്തിൽ നമ്മളും അവരും കേരളം വിട്ടാൻ ഒരുമിച്ച് നിൽക്കുന്നത്. പക്ഷെ കഴിഞ്ഞ പിണറായി കാലം വന്നതോടുകൂടി CPM ഓർക്കും പൗരത്വ ഭേദഗതി നിയമത്തെ കുറിച്ച് സെമിനാറും സിമ്പോസിയവും നടത്തും. എപ്പോ? പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരുമ്പോ. അത് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴോ പെട്ടെന്ന് പ്ലേറ്റ് മറിക്കും. പിന്നെ അന്നത്തെ ആ മുസ്ലിം പ്രേമം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാണില്ല എന്ന് മാത്രമല്ല, ന്യൂനപക്ഷങ്ങളെ ആക്ഷേപിച്ച് സംസാരിക്കും. ഞാൻ 2 ഉദാഹരണങ്ങൾ നിങ്ങളോട് പറയാം. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ CPM-ന്റെ നേതാക്കൾ കേരളത്തിൽ നടത്തിയ പ്രസംഗം എന്താ? നാട്ടുകാരെ, നിങ്ങൾ UDF-ന് വോട്ട് ചെയ്യരുത്. ഇവർ പറഞ്ഞത് ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. UDF-ന് വോട്ട് ചെയ്താൽ കേരളം ഭരിക്കാൻ പോകുന്നത് കുഞ്ഞുമാണിയും കുഞ്ഞാലിക്കുട്ടിയുമാണ്. അതിന്റെ ഉള്ളിലുള്ള വർഗീയത മനസ്സിലായി നമുക്ക്? BJP-യും RSS-ഉം ഇതൊക്കെ പറഞ്ഞാൽ നമുക്ക് അത്ഭുതമില്ല. 2016 ഇത് പറഞ്ഞ് 21 മുദ്രാവാക്യം ഒന്നുകൂടി കടുപ്പിച്ചു. എന്താ കാരണം അറിയോ? 2016 കുഞ്ഞുമാണി 2021 UDF വിട്ട് LDF-ലെത്തി. ശ്രീ കെ എം മാണി മരിച്ചതിന് ശേഷം മകൻ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പില് LDF-ൽ പോയി ചേർന്നത്. അപ്പൊ 16 മുദ്രാവാക്യം പറ്റില്ല. ഒന്നുകൂടി കടുത്ത വർഗീയത 2021 പറഞ്ഞു. ഞാൻ നമ്മൾ അത്ഭുതപ്പെടുത്തിയത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ നേതാക്കൾ പ്രസംഗിച്ചതെന്താ? നാട്ടുകാരെ, നിങ്ങൾ UDF-ന് വോട്ട് ചെയ്യരുത്. UDF-ന് വോട്ട് ചെയ്താൽ കേരളം ഭരിക്കാൻ പോകുന്നത് ഹസനും അമീറും കുഞ്ഞാലിക്കുട്ടിയുമാണ്. ഞാൻ ഈ പറയുന്നത് തെറ്റുണ്ടോ? ഒരു പാർട്ടി പറയാണ് UDF അധികാരത്തിൽ വന്നാൽ കേരളം ഭരിക്കാൻ പോകുന്നത് ഹസനും അമീറും കുഞ്ഞാലിക്കുട്ടിയുമാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ പച്ച എന്താ? UDF-ന് അധികാരം കിട്ടിയാൽ ഹൈന്ദവ സഹോദരങ്ങളെ, ക്രിസ്ത്യാനികളെ, നിങ്ങൾ ശ്രദ്ധിക്കണം, കേരളം ഭരിക്കാൻ പോകുന്നത് മുസ്ലിങ്ങളാണ്. എന്തോ ഒരു മുസ്ലിം പ്രേമ ഈ തെരഞ്ഞെടുപ്പ്. നീക്കുട്ടിനെ തോൽപ്പിക്കണം, അംസക്കുട്ടിനെ തോൽപ്പിക്കണം. മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളാണ്, UDF സ്ഥാനാർത്ഥികളാണ്. വലിയ മുസ്ലിം പ്രേമാണ് നിങ്ങൾക്ക്. ഇതുപോലെ മുസ്ലിങ്ങളെ ആക്ഷേപിക്കുന്ന, മലപ്പുറം ജില്ലയെ അവഗണിക്കുന്ന ഒരു പാർട്ടി ഇന്ന് CPM അല്ലാതെ ആരാണ്? ഓരോ നേതാക്കളുടെ ഇവർ നടത്തിയ പ്രഖ്യാപനങ്ങൾ നിന്റെ കയ്യിൽ വീഡിയോ ഉണ്ട്. ഈ ഗവൺമെന്റിനെ കൊണ്ട് ഈ നാടിനുണ്ടായ ദുരിതങ്ങൾ നിങ്ങളും ഞാനും ജീവിച്ച് അനുഭവ സാക്ഷികളായി മുന്നോട്ട് പോവുകയാണ്. കൂടുതൽ പ്രസംഗിക്കാതെ നമ്മൾ അനുഭവസ്ഥരാണ്. ബസ്സിൽ കയറി ബസ് ചാർജ് കൊടുക്കുന്നവർക്കറിയാം 10 കൊല്ലത്തെ പിണറായി വിജയന്റെ ഭരണം. ഒരു പഞ്ചായത്ത് ഓഫീസിൽ പോയി ഒരു കാര്യത്തിന് പോകുന്ന, ഒരു കെട്ടിട നികുതി അടക്കാൻ പോകുന്ന, ഒരു കെട്ടിട പെർമിറ്റിന് പോകുന്ന ആളുകൾക്ക് അറിയാം 9 കൊല്ലത്തെ പിണറായിയുടെ ഭരണത്തിന്റെ നഷ്ടം. വെള്ളക്കരമടക്കാൻ പോകുന്ന, വൈദ്യുതി കരമടക്കാൻ പോകുന്ന ആളുകൾക്കറിയാം, ഭൂനികുതി അടക്കാൻ പോകുന്ന ആളുകൾക്കറിയാം പിണറായി വിജയന്റെ 9 കൊല്ലക്കാരൻ പ്രസംഗിച്ച് പരിചയപ്പെടുത്തേണ്ടതില്ല ഈ ഗവൺമെന്റിന്റെ നയം. ഈ ഗവൺമെന്റിന്റെ ഭരണം എന്താണ് എന്ന് 9 കൊല്ലം അനുഭവിച്ചറിയുകയാണ്. ഇതിനു മുമ്പ് ഒരു ഗവൺമെന്റ് ഉണ്ടായിരുന്നു. പെട്രോളിനും ഡീസലിനും വില കയറ്റി കേന്ദ്ര ഗവൺമെന്റ് കയറ്റിയപ്പോ ആ ഗവൺമെന്റ് കയറ്റുന്ന പണത്തിൽ സംസ്ഥാനങ്ങൾക്ക് സെസ് ഉണ്ടാകും. ആ സംസ്ഥാനത്തിന്റെ വിഹിതം വേണ്ടെന്ന് വെച്ച് അത്രമേൽ വില വർധനവ് വേണ്ട എന്ന് തീരുമാനിക്കാൻ ആർജവം കാണിച്ച മുഖ്യമന്ത്രി. അതിന് ഭരണാധികാരിക്ക് മനുഷ്യത്വം വേണ്ടേ? ഭരണാധികാരിക്ക് കരുണ വേണ്ടേ? കാഴ്ചപ്പാട് വേണ്ടേ? ഇപ്പോഴത്തെ ഭരണാധികാരിക്കുള്ള എന്താണ്? കരുമ മാത്രമല്ല, കരുണയില്ല, കാഴ്ചപ്പാടില്ല, കരുമ മാത്രം. ഞാനാണ് എല്ലാം, ഞാനൊരു സംഭവമാണ്.
അങ്ങനെ ഏതെങ്കിലും ഒരു ഭരണാധികാരികൾ രാജ്യത്ത് പറഞ്ഞു നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ജനാധിപത്യ ഭരണാധികാരി, ഏകാധിപത്യ ഭരണാധികാരികൾ ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ള ഞാനൊരു വലിയ സംഭവമാണ്, ഞാനൊരു വലിയ പ്രതിഭയാണ്, ഞാനൊരു പ്രത്യേക ജനുസാണ് എന്ന് പറഞ്ഞ ചരിത്രത്തിൽ ഒരുപാട് ഏകാധിപതികളായ ഭരണാധികാരികൾ ഉണ്ടായി. ഹിറ്റ്ലറെ പോലുള്ള, മുസോളിനിയെ പോലുള്ള ഏകാധിപതികളായ ഭരണാധികാരി. ജനായത്ത രാജ്യത്ത് ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഏതെങ്കിലും ഭരണാധികാരികൾ, നിങ്ങളുടെ ഭരണാധികാരികൾ ഉണ്ടായിരുന്നല്ലോ. സഖാവ് EMS ഉണ്ടായിരുന്നു. നേതാവിന്റെ കസേരയിൽ ഇരുന്ന അരൂക്കുറ്റി ഗോപാലൻ എന്ന AK ഗോപാലന്റെ പാർട്ടിയുടെ അനുയായികളാണ് എന്ന് ആവേശപൂർവ്വം പറയാൻ കരുവാരക്കുണ്ടിലെ വണ്ടൂർ നിയോജകമണ്ഡലത്തിലെ മലപ്പുറം ജില്ലയിലെ കേരളത്തിലെ ഇന്ത്യയിലെ ഒരു CPIM-കാരന് എന്ന് സാധിക്കുമോ? രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ ഇരുന്നിട്ടുള്ള AK അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ട് 1 കിലോമീറ്റർ ദൂരം തന്റെ കാൽപാദത്തിൽ ചെരുപ്പിട്ട് നടന്നാൽ പിന്നെ 1 കിലോമീറ്റർ ദൂരം ആ ചെരുപ്പൂരി കയ്യിൽ പിടിച്ചുകൊണ്ട് AK നടക്കുമായിരുന്നു. പത്രക്കാരൻ ചോദിച്ചു, എന്തിനാണ് AK ഇങ്ങനെ ചെയ്യുന്നത്? ഒരു ചെരുപ്പ് തേഞ്ഞു പോയാൽ, എന്റെ പാദരക്ഷ തേഞ്ഞു പോയാൽ മറ്റൊന്ന് വാങ്ങാൻ കാശില്ല, അതുകൊണ്ട് ഞാൻ പരമാവധി പാദരക്ഷ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞ സഖാവേറ്റു. ഞാൻ CPM-ന്റെ നേതാക്കന്മാരുടെ മധുര പറയാൻ വന്നതല്ല. ഏലംകുളമല എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പെരുന്തൽമണ്ണ പ്രധാനമന്ത്രി ഏലംകുളം പഞ്ചായത്തിലാണ്. പ്രവിശാലമായ